തിരുവനന്തപുരം നെട്ടയത്ത് 21 വയസ്സുകാരിയെ ജീവനൊടുക്കിയതിൽ ആൺസുഹൃത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് വന്നിരിക്കുന്നു. വിവാഹ വാഗ്ദാനം നൽകി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതിനെ തുടർന്നുള്ള മനോവിഷമത്തിൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ കഴക്കൂട്ടം സ്വദേശി ജിത്തു ശ്രീജിത്തിനെതിരെ പോലീസ് കേസെടുത്തു. പ്രതി വിദേശത്തേക്ക് കടന്നുവെന്നാണ് സൂചന. 2 മാസം മുൻപാണ് പെൺകുട്ടി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. അവളെ മദ്യം കൊടുത്തും അവളെ സിഗരറ്റ് വലിപ്പിച്ചും കുറേ അടി മുഖത്ത് കൊടുത്തും മൃഗീയമായുള്ള രീതിയിൽ അവൾക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത വിധം അവളെ ഉപദ്രവിച്ച്, അതിനുശേഷം അവൻ സ്ഥിരം ജോലിക്ക് പോകുമ്പോഴും ജോലി സ്ഥലത്ത് വെച്ച് അവളെ ഉപദ്രവിച്ച് കൊണ്ടേയിരുന്നു. അവൻ്റെ നാട്ടിലെ കൊല്ലത്ത് അവിടെ കളക്ട്രേറ്റിൽ വെച്ച് ഒരു ദിവസം അവനെ വിളിപ്പിച്ച് സംസാരിച്ചപ്പോഴും അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അവനെ കാണണം, അവൻ അല്ലെങ്കിൽ ഞങ്ങളെയും കൂടെ, ഞങ്ങൾ അച്ഛൻ ഇരിക്കണം, അച്ഛനെ ഞങ്ങളെയും കൂടെ അവരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. ഞങ്ങൾക്കിനി ജീവിക്കണ്ട മോളെ. എൻ്റെ മണിക്കുട്ടി ഇല്ലാത്ത വീട്ടിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ട. അവള് വേറെ ഒന്നും ചോദിച്ചില്ല. അവളൊരു ജീവിതം മാത്രം. അവൾ അത്രയും മൃഗീയമായാണ് മോളെ. അവൾ എല്ലാ ദിവസവും ഈ 30 ദിവസം അവിടെ പോയ എല്ലാ ദിവസവും അവൻ പീഡിപ്പിച്ച് ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. അവർ പറയണത് അവരെ മോൻ കൊച്ചുകുട്ടിയാണ്, 24 വയസ്സേ ഉള്ളൂ എന്ന്. പക്ഷെ 24 വയസ്സായ ഒരാളിൻ്റെ ഒരു പ്രവൃത്തിയല്ല അവൻ കാണിച്ചത്. ജോലി സ്ഥലത്തും അവിടെ ഇവിടെയും അവളെ തെറ്റുകാരിയാക്കി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും അവളൊരു കൊള്ളരുതാത്ത അവളാക്കിയാണ് അവൻ ചിത്രീകരിച്ച് വീണ്ടും അവിടെ നിന്ന് അവൻ മെസ്സേജ് അയക്കണത് ഗൾഫിൽ പോയി ഇരുന്നിട്ട്. സുനിഷ അയലൂർ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ 2 മാസം മുൻപാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. കുടുംബം പരാതിപ്പെടാൻ വൈകിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ പ്രതി വിദേശത്തേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത്? ഇപ്പോഴാണോ കേസെടുക്കുന്നത് സുനിഷ? അതെ, അതായത് ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഈ പെൺകുട്ടി മരിക്കുന്നത്. അതായത് വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. പിന്നാലെ തന്നെയാണ് കാരണം തേടിയിരിക്കുന്നത്. പക്ഷേ അപ്പോൾ രക്ഷിതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് അതിനൊരു 2-3 മാസം മുൻപേ, ജൂലൈ മാസത്തിലാണ് ഈ പീഡനം നടക്കുന്നത്. അതായത് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുഹൃത്ത് ഈ ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതുമെല്ലാം. അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ദേഹോപദ്രവമെല്ലാം ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പെൺകുട്ടിയോട് പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഈ പരാതി, അതായത് ഈ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു നിലപാടിലായിരുന്നു കുടുംബം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഇതേ രീതിയിൽ തന്നെ ഈ പെൺകുട്ടിയെ ഇയാൾ ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. ഇത് പെൺകുട്ടിക്ക് മനോവിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ ഒരു 1.5 മാസത്തോളം വീട്ടിൽ വലിയ വിഷമത്തിലായിരുന്നു പെൺകുട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഈ ഒക്ടോബർ 26-ാം തീയതി, 23-നാണ് വിഷം കഴിക്കുന്നത്. 26-ാം തീയതിയാണ് പെൺകുട്ടി മരിക്കുകയും ചെയ്യുന്നത്. പിന്നാലെ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അതായത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ജിത്തു ശ്രീജിത്തിനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇയാൾ പക്ഷേ വിദേശത്തേക്ക് കടന്നു എന്നുള്ളതാണ്. അതായത് കേസ് എടുക്കുമ്പോഴേക്കും ഇയാൾ വിദേശത്തേക്ക് കടന്നിരുന്നു എന്നുള്ളതാണ് ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇയാളെ എത്രയും പെട്ടെന്ന് ഈ നാട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായ നടപടി എടുക്കുക, ഇയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് അതിനുതകുന്ന തരത്തിൽ എന്താണോ ചെയ്യാൻ കഴിയുന്നത്, മകൾക്ക് നീതി കിട്ടുന്ന തരത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും പോലീസ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കരുതുന്നത്. ഇനി വിദേശത്തു നിന്നും അയാളെ വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള സൂചനയാണ് സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്.